എന്നാൽ ഗിലെയാദനായ ബർസില്ലായിയുടെ മക്കൾക്ക് നീ ദയ കാണിക്കണം. കാരണം അവരെല്ലാവരും നിന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇരിക്കുകയാണ്. പിന്നെ നിന്റെ സഹോദരനാകുന്ന എൻ്റെ ഒരു മകനുണ്ടായിരുന്ന അബ്ശാലോം, അവൻ അവസാനം പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തി ചാകുക ചെയ്തത്. മനസ്സിലായില്ല? കോവർക്കടത്തേക്ക് കോപ്പിട്ട് കരുവേലകത്തിൻ്റെ ഇടയിൽ കൂടെ കോവർക്കടത്തെ തെളിച്ച് ഓടിച്ച് ഇവൻ്റെ മുടി കരുവേലകത്തിൽ കുരുങ്ങി കീഴെയുള്ള കോവർക്കടത ഓടിപ്പോയി ഇവനിങ്ങനെ തൂങ്ങിക്കിടന്ന് ആടുക. അതാ ഞാൻ പറഞ്ഞ പ്രൈസ് ആൻഡ് വർഷിപ്പ്. എല്ലാവരുടെയും അല്ല, ചില കണ്ടിട്ടില്ല, നിങ്ങൾ കണ്ടിട്ടില്ല? അപ്പോൾ ഇതിലിങ്ങനെ കിടന്ന് ആടി. അപ്പോൾ ചച്ചാനെ എങ്ങനെയാണെന്ന് പുതിയ മെതേഡാന്ന് പറഞ്ഞു. അവസാനം അവൻ ചത്ത കാര്യമൊക്കെ അറിയാമല്ലോ. അവൻ്റെ മുടിയാണ് ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം മിക്ക സ്ഥലത്തും പിള്ളേരും എല്ലാം അങ്ങ് മുടി വളർത്തുക, ആണും പെണ്ണത് പുറകിൽ നോക്കി ആരാന്ന് അറിയത്തില്ല, ആണാന്നോ എല്ലാവരുടെയും കാര്യമല്ല. അപ്പോൾ ഇത് കിടന്ന് ആടുക ഇവനെ. ഒടുവിൽ അവനെ തീർന്നു. അപ്പം നിന്റെ സഹോദരനാകുന്ന അബ്ശാലോമിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ പണ്ട് ഓടിപ്പോയപ്പോൾ ഈ പിള്ളേർ, അവരുടെ അപ്പനും പിള്ളേരും എന്നോട് കരുണ ചെയ്തവർ. അടുത്തത് അപ്പം ശ്രദ്ധിച്ചേ, ഈ ബർസില്ലായിയുടെ മക്കളോട് ദയ ചെയ്യണം. പിള്ളേരെനിക്ക് അപ്പനും പിള്ളേരും എനിക്ക് നന്മ ചെയ്തവരാണ്. എന്തുവാ ചെയ്തത്? ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 27-28 വായിച്ചേ. ദാവീദ് മഹനയീമിലെത്തിയപ്പോൾ അമ്മോന്യരുടെ ദെബകളിൽ നിന്ന് നാഗാശിന്റെ മകൻ ശോബി, ലോദേബാരിൽ അമ്മിയലിന്റെ മകൻ മാഹിർ, രോഗേലിമിൽ നിന്ന് ഗിലെയാദനായ ബർസില്ല എന്നിവർ കിടക്കകളും കിണ്ണങ്ങളും മൺപാത്രങ്ങളും ദാവീദിനും കൂടെയുള്ള ജനത്തിന് ഭക്ഷിപ്പാൻ കോതമ്പ്, യവം, മാവ്, മലര്, അമരയ്ക്ക, പയറ്, പരിപ്പ്, തേൻ, വെണ്ണ, ആട്, പശുവിൻ പാൽക്കെട്ട് എന്നിവയും കൊണ്ടുവന്ന് ജനം മരുഭൂമിയിൽ വിശന്ന് ദാഹിച്ചും ഇരിക്കുമല്ലോ എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അബ്ശാലോമിനെ പേടിച്ച് ഞാൻ പണ്ട് കൊട്ടാരം വിട്ട് എല്ലാം ത്യജിക്കപ്പെട്ടവനായി ഓടിയ സമയത്ത് ഈ ബർസില്ലായും പിള്ളേരും കൊണ്ട് തന്ന ലിസ്റ്റാ. എന്തൊക്കെയാണ് കൊടുത്തത്?